നമസ്കാരം. പ്രധാന തലക്കെട്ടുകളിലേക്ക്. പ്രമുഖ ബിൽഡറും കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്ഥാപകനും ഉടമയുമായ CJ റോയ് ജീവനൊടുക്കി. വെടിവെച്ച് മരിച്ചത് ഇൻകം ടാക്സ് റെയ്ഡിനിടെ ബാംഗ്ലൂരിലെ ഓഫീസ് ആസ്ഥാനത്ത്. ഞെട്ടലിൽ വ്യവസായ ലോകം. അറസ്റ്റ് ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് ജീവനക്കാർ. സംസ്കാരം നാളെ ബാംഗ്ലൂരിൽ. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. ഇറാനും അമേരിക്കയും സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്നതായി റിപ്പോർട്ട്. US യുദ്ധക്കപ്പൽ ഇസ്രയേൽ തീരത്ത് എത്തി. നങ്കൂരമിട്ടത് നാവികസേനയുടെ മിസൈൽ ഡിസ്ട്രോയർ. കുവൈറ്റിൽ കസ്റ്റംസ് അധികൃതരുടെ പേരിൽ ലഭിക്കുന്ന വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. സംശയാസ്പദമായി ലഭിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ വ്യക്തിഗത ബാങ്കിംഗ് വിവരങ്ങൾ നൽകുകയോ ചെയ്യരുതെന്ന് കസ്റ്റംസ് വിഭാഗം. റാപ്പിഡ് റെയിൽ മണ്ടൻ പദ്ധതിയെന്ന് ശ്രീധരൻ. RRTS ഇലക്ഷൻ സ്റ്റണ്ടെന്നും മെട്രോമാൻ. ശ്രീധരന്റെ അതിവേഗ പാതയിൽ കേരളത്തിൽ നിന്ന് ഒരറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി P. രാജീവ്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അതിവേഗ റെയിൽ പ്രഖ്യാപിച്ചാൽ അംഗീകരിച്ചു മുന്നോട്ടു പോകുമെന്നും മന്ത്രി. അതിവേഗ റെയിൽ വേണമെന്ന് MV ഗോവിന്ദൻ. ശ്രീധരന് പരിഹാസം. CPM പുറത്താക്കിയ V. കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിന് പോലീസ് സംരക്ഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. KK രാഗേഷ് ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ്. പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി V. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം. നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകം അടുത്ത മാസം 4 പ്രകാശനം ചെയ്യും. നിയമമണ്ഡലത്തിൽ മത്സരിക്കാനില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന വ്യക്തിഗത തീരുമാനമല്ലെന്നും BJPയുമായി ഉണ്ടാക്കിയ രാഷ്ട്രീയ കച്ചവടത്തിന്റെ ഭാഗമെന്നും മന്ത്രി V. ശിവൻകുട്ടി. ശിവൻകുട്ടിയുടെ ഓഫീസിലെ സ്റ്റാഫിന്റെ നേതൃത്വത്തിൽ തനിക്കെതിരെ ക്യാമ്പയിൻ നടക്കുന്നുവെന്ന് VD സതീശൻ. വിശദമായ വാർത്തകളിലേക്ക്. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പായ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ആദായ നികുതി റെയ്ഡിനിടെ ആത്മഹത്യ ചെയ്തു. ബാംഗ്ലൂരിലെ കമ്പനിയുടെ ആസ്ഥാനത്ത് ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തുന്നതിനിടെയായിരുന്നു സ്വന്തം തോക്കിൽ നിന്ന് നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തത്. ബാംഗ്ലൂരു ലാൻഡ്ഫോർഡ് ടൗണിലെ ഓഫീസിൽ വെച്ചായിരുന്നു ജീവനൊടുക്കിയത്. കൊച്ചി സ്വദേശിയാണ് CJ റോയ്. സംസ്കാരം നാളെ ബാംഗ്ലൂരിൽ നടക്കും. ദക്ഷിണേന്ത്യയിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ പ്രമുഖ മലയാളി വ്യവസായിയാണ് 57-കാരനായ CJ റോയ്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമയും സിനിമാ നിർമ്മാതാവുമായ CJ റോയ് ബംഗളൂരു അശോക് നഗറിലുള്ള കമ്പനി ആസ്ഥാനത്ത് വെച്ച് ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിനിടെയാണ് കൈവശമുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് വെടിയുതിർത്ത് മരിച്ചത്. ജീവനക്കാർ ഉടൻ HSR ലേഔട്ടിലെ നാരായണ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേരളത്തിനകത്തും പുറത്തും വിദേശത്തുമായി നിരവധി സംരംഭങ്ങളുള്ള വ്യക്തിയാണ് CJ റോയ്. കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് സംഘമാണ് റെയ്ഡിനെത്തിയത്. രാവിലെ 10 മണിക്ക് ശേഷമാണ് ഉദ്യോഗസ്ഥർ റെയ്ഡ് ആരംഭിച്ചത്. കേരളത്തിൽ നിന്നുള്ള IT വകുപ്പിന് ബംഗളൂരുവിൽ റെയ്ഡ് നടത്താൻ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോൺഫിഡന്റ് ഗ്രൂപ്പ് ബംഗളൂരു കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു. എന്നാൽ അടുത്തിടെ സ്റ്റേ നീക്കിയതിന് പിന്നാലെയാണ് ആദായ നികുതി സംഘം പരിശോധനയ്ക്കെത്തിയത്. രാവിലെ ആരംഭിച്ച പരിശോധനയ്ക്ക് ശേഷം CJ റോയിയെ ഉച്ചയോടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി 1 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ഇതിനിടെ രേഖകളെടുക്കാനായി ഓഫീസിലേക്ക് പോയതിന് പിന്നാലെയാണ് സ്വന്തം റിവോൾവർ ഉപയോഗിച്ച് വെടിയുതിർത്തത്. കേരളം, കർണാടക, തമിഴ്നാട് ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലുമായി റിയൽ എസ്റ്റേറ്റ് നിർമ്മാണ മേഖലയിലും സിനിമാ നിർമ്മാണത്തിലും സജീവ സാന്നിധ്യമായിരുന്നു CJ റോയ്. നികുതി വെട്ടിപ്പ് ആരോപണത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എത്തിയതിന് പിന്നാലെയാണ് ആത്മഹത്യയെന്നാണ് മൊഴികൾ. ഓഫീസുകളിലും വസതികളിലുമായി നടന്ന തുടർച്ചയായ പരിശോധനയിൽ മാനസികമായി തകർന്നതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ജീവനക്കാർ പറയുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പാണ് ബംഗളൂരു കേന്ദ്രമായ കോൺഫിഡന്റ് ഗ്രൂപ്പ്. റിയൽ എസ്റ്റേറ്റിന് പുറമെ സിനിമ, സ്പോർട്സ്, വ്യോമയാന മേഖലകളിലും CJ റോയ്ക്ക് വലിയ നിക്ഷേപം ഉണ്ടായിരുന്നു. വലിയ ഹോട്ടലുകൾ, റിസോർട്ട് എന്നിവയും CJ റോയിയുടെ ഉടമസ്ഥതയിലുണ്ട്. ആഡംബര കാറുകൾ സ്വന്തമാക്കുന്നതിൽ തൽപരനായ CJ റോയ്ക്ക് 12 റോൾസ് റോയ്സ് ഉൾപ്പെടെ 200 കാറുകൾ സ്വന്തമായുണ്ട്. കാസനോവ, മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം, ഐഡന്റിറ്റി, മേഹും മൂസ തുടങ്ങിയവയുടെ നിർമ്മാതാവ്, സഹനിർമ്മാതാവ് തുടങ്ങിയ മേഖലകളിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. മൾട്ടിനാഷണൽ കമ്പനിയായ HPയിലെ ജോലി രാജിവെച്ചായിരുന്നു കൊച്ചി സ്വദേശിയായ റോയ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കടക്കുന്നത്. 2006-ൽ സ്വന്തം ബ്രാൻഡ് ആരംഭിച്ചു. ലിനി റോയാണ് ഭാര്യ. രോഹിത്, റിയ എന്നിവരാണ് മക്കൾ. അമൃത ന്യൂസ്, കൊച്ചി. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയിയുടെ അപ്രതീക്ഷിത മരണം പ്രവാസികൾക്കിടയിൽ വലിയ ഞെട്ടലുണ്ടാക്കി. UAEയിലെ സാംസ്കാരിക രംഗത്തും CJ റോയ് സജീവമായിരുന്നു. ദുബായിലെ മൻകിട പാർപ്പിട പ്രോജക്റ്റിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നതിനിടെയാണ് CJ റോയിയുടെ മരണം.
കോൺഫിഡന്റ് എന്ന പേര് പോലെ തന്നെ ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന ശരീരഭാഷയോടെയാണ് ഡോക്ടർ CJ റോയിയെ എല്ലാ ചടങ്ങുകളിലും കണ്ടിരുന്നത്. ദുബായിലെ സാമൂഹ്യ സാംസ്കാരിക ചടങ്ങുകളിലും അദ്ദേഹം സ്ഥിര സാന്നിധ്യമായിരുന്നു. ദുബായ് ലിവാനിൽ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ വൻകിട പാർപ്പിട നിർമ്മാണ പദ്ധതി പൂർത്തിയാകുന്നതിനിടെയാണ് ഡോക്ടർ റോയിയുടെ അപ്രതീക്ഷിത മരണം. 2024 ദുബായിൽ ലാങ്കസ്റ്റർ എന്ന പേരിലായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആദ്യ പാർപ്പിട പദ്ധതി. 16 മാസങ്ങൾ കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി ഈ പദ്ധതിയിലെ യൂണിറ്റുകളെല്ലാം ഉടമകൾക്ക് കൈമാറിയിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ദുബായ് ലിവാനിലെ കോൺഫിഡന്റ് പ്രസ്റ്റൺ എന്ന പുതിയ പാർപ്പിട പദ്ധതി ഡോക്ടർ CJ റോയ് പ്രഖ്യാപിച്ചത്. ഇതിന്റെ തറക്കല്ലിടൽ ചടങ്ങിൽ കുടുംബത്തോടൊപ്പം അദ്ദേഹം പങ്കെടുത്തിരുന്നു. ബാങ്ക് വായ്പകൾ ഇല്ലാതെയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ പദ്ധതികളെന്ന് ഡോക്ടർ റോയ് എന്ന് വിശദീകരിച്ചിരുന്നു. UAE മാധ്യമപ്രവർത്തകരുമായും അടുത്ത സൗഹൃദം കാത്തുസൂക്ഷിച്ച മലയാളി വ്യവസായിയായിരുന്നു ഡോക്ടർ CJ റോയ്. അമൃത ന്യൂസ്, ദുബായ്. വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശനത്തിന് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഹൈക്കോടതി. കുഞ്ഞികൃഷ്ണന്റെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് കോടതിയുടെ തീരുമാനം. ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് CPMനെതിരെ വെളിപ്പെടുത്തലുള്ള തന്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന ചടങ്ങിന് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടാണ് കുഞ്ഞികൃഷ്ണൻ കോടതിയെ സമീപിച്ചത്. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഉൾപ്പെടെയുള്ളവർക്ക് കോടതി നോട്ടീസ് നൽകി. CPM രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്തിയതിനെ തുടർന്നാണ് മുൻ CPM നേതാവായ വി കുഞ്ഞികൃഷ്ണനെ CPM പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയത്. അതേ തുടർന്ന് ചില പാർട്ടി പ്രവർത്തകർ വീടിന് നേരെ പ്രകടനവും പടക്കം പൊട്ടിക്കലും നടത്തി വീട്ടുകാരെ ഭയപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കുഞ്ഞികൃഷ്ണൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി പോലീസ് സംരക്ഷണം അനുവദിച്ചത്. ബുധനാഴ്ച നടക്കുന്ന പുസ്തക പ്രകാശനത്തിന് പോലീസ് സംരക്ഷണം നൽകാൻ കോടതി പോലീസിനും ജില്ലാ കളക്ടർക്കും നിർദ്ദേശം നൽകി. ഹർജിയിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും പയ്യന്നൂർ MLA TI മധുസൂദനും എതിർകക്ഷികളാണ്. ഇവർ അടക്കമുള്ളവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിൽ CPM നേതൃത്വത്തിനെതിരെ നിശിതമായ വിമർശനം ഉണ്ടെന്ന വാർത്ത വന്നതിനെ തുടർന്ന് പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലമാക്കാൻ CPM പാർട്ടിക്കാർ ശ്രമിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുഞ്ഞികൃഷ്ണൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഹർജി അടുത്ത വെള്ളിയാഴ്ച കോടതി വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, കൊച്ചി. അടുത്ത മാസം 4-ന് പ്രകാശനം ചെയ്യുന്ന പുസ്തക പ്രകാശന ചടങ്ങിന് മാത്രമാണ് സുരക്ഷ ആവശ്യപ്പെട്ടതെന്ന് വി കുഞ്ഞികൃഷ്ണൻ. തനിക്ക് ഒരു ഭീതിയുമില്ലെന്നും എന്നാൽ പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടുമെന്ന് ആശങ്കയുമുണ്ട്. ഉന്നയിച്ച വിഷയങ്ങൾ എല്ലാം ശരിയെന്ന് വിശ്വസിക്കുന്ന വലിയ വിഭാഗം ഇപ്പോഴും പാർട്ടിയിലുണ്ട്. പുസ്തകം വരുമ്പോൾ കൂടുതൽ വ്യക്തത വരുമെന്നും കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടാതിരിക്കാനുള്ള ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടണം എന്ന രീതിയിൽ പലരും പറയുന്നുണ്ടായി. പുസ്തക പ്രസാധന ചടങ്ങ് അലങ്കോലമാകാതിരിക്കാനുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുള്ളത്. CPMനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം മുതലാളിത്തത്തിന്റെ പ്രയോക്താക്കളായി പയ്യന്നൂരിലെ നേതാക്കൾ മാറിയെന്നും സാമ്പത്തിക തട്ടിപ്പുകാരെ പാർട്ടി സംരക്ഷിക്കുകയാണെന്നും വിമർശനം. നേതൃത്വത്തെ അടികൾ തിരുത്തണം എന്ന പുസ്തകം അടുത്ത ബുധനാഴ്ച പ്രകാശനം ചെയ്യും. പയ്യന്നൂർ MLA TI മധുസൂദനെതിരെ സാമ്പത്തിക ക്രമക്കേടുകൾ ഉൾപ്പെടെ നിരവധി ആരോപണങ്ങളാണ് പുസ്തകത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. ചങ്ങാതിത്വ മുതലാളിത്തത്തിന്റെയും സാമ്പത്തിക ക്രമക്കേടുകളുടെയും വക്താക്കളായി പയ്യന്നൂരിലെ പാർട്ടി നേതൃത്വം മാറിയെന്ന് വി കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നു. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, സാമ്പത്തിക ക്രമക്കേട് എന്നിവയുടെ കണക്കുകൾ ഉൾപ്പെടെ പുസ്തകത്തിലുണ്ട്. TI മധുസൂദനൻ ബൂർഷ്വാ സ്വഭാവമുള്ള നേതാവാണെന്നും പയ്യന്നൂരിലെ വിഭാഗീയതയുടെ അടിസ്ഥാന കാരണം മനസ്സിലാക്കുന്നതിൽ ജില്ലാ സംസ്ഥാന നേതൃത്വങ്ങൾക്ക് വീഴ്ച സംഭവിച്ചുവെന്നും കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നു. ഉത്തരവാദിത്ത പാർട്ടി പ്രവർത്തകനായതുകൊണ്ടാണ് തെറ്റു ചൂണ്ടിക്കാട്ടിയതെന്നും നേതാക്കളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ ദുരനുഭവം നേരിട്ടെന്നും കുഞ്ഞികൃഷ്ണൻ സാക്ഷ്യപ്പെടുത്തുന്നു. പാർട്ടിക്കുള്ളിലെ തിരുത്തൽവാദി VS അച്യുതാനന്ദനെ സ്മരിച്ചാണ് പുസ്തകം അവസാനിപ്പിക്കുന്നത്. ഫെബ്രുവരി 4-ന് പയ്യന്നൂരിൽ നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന പുസ്തകം പ്രകാശനം ചെയ്യും. അമൃത ന്യൂസ്, കണ്ണൂർ. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച RRTS പ്രായോഗികമല്ലെന്ന് മെട്രോമാൻ E ശ്രീധരൻ. അതിവേഗ റെയിൽവേയുമായി താരതമ്യം ചെയ്യുമ്പോൾ RRTS ഒരു മണ്ടൻ പദ്ധതിയാണെന്നും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഈ പ്രഖ്യാപനമെന്നും E ശ്രീധരൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ RRTS പ്രഖ്യാപനം ഒരു സർപ്രൈസ് ആയിരുന്നു എന്ന് പറഞ്ഞ E ശ്രീധരൻ സാങ്കേതികമായി അത് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ലെന്ന് വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് പുതിയ പ്രഖ്യാപനം. സർക്കാരിന് RRTSന്റെ കാര്യത്തിൽ മറ്റു വല്ല ഉദ്ദേശമുണ്ടോ എന്ന് അറിയില്ലെന്നും E ശ്രീധരൻ പറഞ്ഞു. ആദ്യം അതിവേഗ പാതയ്ക്ക് ഗവൺമെൻറ് ഒരുക്കമായിരുന്നു. വിഷയത്തിൽ കേന്ദ്രത്തിന് ഒരു കത്തെഴുതണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അതുണ്ടായില്ല. പിന്നീടാണ് താൻ നേരിട്ട് കേന്ദ്രത്തോട് സംസാരിച്ചതെന്നും E ശ്രീധരൻ പറഞ്ഞു. അതൊരു സർപ്രൈസ് ആയിരുന്നു എനിക്കും. ഞാൻ രാവിലെ എണീച്ചപ്പോഴാണ് അറിയണം പേപ്പർ കണ്ടപ്പോൾ. അത്
എന്തോ വലിയൊരു തെറ്റിദ്ധാരണ സർക്കാരിൻ്റെ വശത്തുണ്ടെന്ന് എൻ്റെ പക്ഷം. കാരണം അവർ പിന്നെ RRTS ചെയ്യുന്നതാണ് പറയണം. ഈ RRTS ഡൽഹിയിലുള്ള RRTS അത് കൺസീവ് ചെയ്തും അത് കൊണ്ടുപോകുന്നതൊക്കെ ഞാനാണ് 2010 തുടങ്ങിയ പണിയത്. അതിന് പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു സബർബൻ സർവീസ് മാതിരിയാണ്. അത് എങ്ങനെ ഒരു ഹൈ സ്പീഡ് കണ്ടിന്യൂസ് റെയിൽവേ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ടെക്നിക്കലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഗവൺമെൻറ്റിന് വേറെ വല്ല ഉദ്ദേശമുണ്ടെന്ന് അതിനെപ്പറ്റി ഞാൻ പറയില്ല. സംസ്ഥാന സർക്കാരിന്റെ RRTS പദ്ധതി അതിവേഗ പാതയ്ക്ക് വെല്ലുവിളിയാകില്ല. സർവേ നടത്താൻ സംസ്ഥാന സർക്കാരിന്റെ സഹായം വേണ്ട. എന്നാൽ സ്ഥലം ഏറ്റെടുക്കുന്നതിന് സർക്കാരിന്റെ സഹായം ആവശ്യമായി വരും. എന്നാൽ ആ സമയത്ത് ആരാണ് അധികാരത്തിൽ ഉണ്ടാകുന്നതെന്ന് പറയാനാകില്ലെന്നും ശ്രീധരൻ പറഞ്ഞു. ഫെബ്രുവരി 15 മുതൽ അതിവേഗ പാതയ്ക്കുള്ള DPR തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനം തുടങ്ങുമെന്നും ശ്രീധരൻ പറഞ്ഞു. അമൃത ന്യൂസ്, മലപ്പുറം. ശ്രീധരന്റെ അതിവേഗ റെയിൽപാതയിൽ ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി P. രാജീവ്. ശ്രീധരന്റെ ചുമതലകളെക്കുറിച്ച് അറിയില്ല. കേന്ദ്ര അതിവേഗ റെയിൽ പദ്ധതിയുടെ സ്പെഷ്യൽ ഓഫീസറായി ശ്രീധരനെ ചുമതലപ്പെടുത്തിയ ഉത്തരവ് ഉണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യാം. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് അതിവേഗ റെയിൽ പദ്ധതി പ്രഖ്യാപിച്ചാൽ അത് അംഗീകരിച്ചു മുന്നോട്ടു പോകാമെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര അതിവേഗ റെയിൽപാതയിൽ ശ്രീധരനെ പരിഹസിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേരളത്തിൽ മുഖ്യമന്ത്രിയായ വ്യക്തിയല്ലേ ശ്രീധരൻ എന്നായിരുന്നു പരാമർശം. ശ്രീധരൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം തന്നെ മാറ്റിപ്പറയുകയാണ്. കേരളയിൽ കേന്ദ്രം അനുമതി നൽകാത്തതിനാലാണ് നിർത്തിവെച്ചത്. നമുക്ക് വേണ്ടത് അതിവേഗ റെയിൽപാതയാണ്. UDFന് ഇതിലും തർക്കമുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വീണ്ടും VD സതീശൻ ശിവൻകുട്ടി പോര്. പ്രതിപക്ഷ നേതാവ് VD സതീശന് BJPയുമായി ഡീലെന്ന് മന്ത്രി V. ശിവൻകുട്ടി. നേമത്തും പറവൂരും കോൺഗ്രസ് BJP ഡീലാണെന്നാണ് മന്ത്രി V. ശിവൻകുട്ടിയുടെ ആരോപണം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നേമത്ത് വന്ന് മത്സരിക്കാൻ സതീശന് ധൈര്യമുണ്ടോ എന്ന് VD സതീശനെ ശിവൻകുട്ടി വെല്ലുവിളിച്ചിരുന്നു. അതേസമയം അതിന് താനില്ലെന്നും ശിവൻകുട്ടിയുടെ അത്ര സംസ്കാരവും നിലവാരവും തനിക്കില്ല എന്നും VD സതീശനും പ്രതികരിച്ചു. നേമത്ത് മത്സരിക്കാൻ VD സതീശൻ തയ്യാറാണോ എന്ന മന്ത്രി V. ശിവൻകുട്ടിയുടെ ചോദ്യത്തിന് തയ്യാറല്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മറുപടിയോടെയാണ് നേമത്തും സതീശന്റെ മണ്ഡലമായ പറവൂരിലും കോൺഗ്രസ് BJP ഡീലാണെന്ന് മന്ത്രി V. ശിവൻകുട്ടി ആരോപിച്ചത്. BJPയുമായിട്ടൊരു ഡീലുണ്ടാക്കിയിരിക്കുക. നേമവും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന മണ്ഡലവും തമ്മിൽ ഒരു ഡീലുണ്ടാക്കിയിരിക്കുക. ആ ഡീല് അതിന് തെളിവൊന്നുമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത്. മുമ്പ് അത് ഉണ്ടാക്കിയിട്ടുണ്ട്. സോണിയാഗാന്ധിയെ താൻ അപമാനിച്ചിട്ടില്ലെന്നും ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ സതീശൻ അസ്വസ്ഥനായിരിക്കുകയാണെന്നും ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം AKG സെന്ററിൽ നിന്നും മന്ത്രിയുടെ ഓഫീസിൽ നിന്നും തനിക്കെതിരെ ദിനവും 10 ദുഷ്പ്രചാരണ കാർഡുകൾ ഇറക്കുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. ശിവൻകുട്ടിക്ക് മറുപടി പറയാൻ താനില്ലെന്നും അദ്ദേഹത്തിന്റെ അത്ര സംസ്കാരവും നിലവാരവും തനിക്കില്ലെന്നുമായിരുന്നു VD സതീശന്റെ മറുപടി. ഏറ്റവും കൂടുതൽ ഡെയിലി ഒരു 20 കാർഡ് AKG സെന്ററിൽ നിന്നും ഒരു 10 കാർഡ് ഈ മന്ത്രിയുടെ അടുത്തും വരുവാണ്. എന്നെ ഇങ്ങനെ സഹായിക്കല്ലേ എന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ദുഷ്പ്രചരണം നടത്തിയാണ്. അതിനിങ്ങനെ എന്നെ തോട്ടിയിട്ട് പിടിക്കാൻ നോക്കിയതാണ് ഇപ്പോൾ ഇതിലൊന്നും ഞാൻ വീഴില്ല. അതിനൊന്നും അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാൻ ഞാനില്ല. അദ്ദേഹം വലിയ ഒരാളാണ്. എനിക്ക് സംസ്കാരവും നിലവാരവും കുറവാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് വളരെയധികം സംസ്കാരവും നിലവാരമുള്ള ആളാണ് അദ്ദേഹം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വികസന രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് മുമ്പ് പരസ്പര വാക്പോരുമായാണ് മന്ത്രി V. ശിവൻകുട്ടിയും പ്രതിപക്ഷ നേതാവ് VD സതീശനും കളം നിറയുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി SIT. നടൻ ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്ന് നടൻ മൊഴി നൽകി. കേസിൽ ജയറാമിനെ സാക്ഷിയാക്കി അന്വേഷണവുമായി പോകാനാണ് SITയുടെ തീരുമാനം. ശബരിമലയിലെ കട്ടിലപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ തുടങ്ങിയവയിലെ സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താൻ വീണ്ടും പരിശോധന വേണമെന്ന് SIT. കട്ടിലപ്പാളികളിലെ സ്വർണം കട്ടെങ്കിലും പാളികൾ ആകെ മാറ്റിയിട്ടില്ലെന്നാണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം VSSC ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്നാൽ കട്ടിലപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടായതായി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താനാണ് വീണ്ടും സാമ്പിളുകൾ ശേഖരിക്കാൻ SIT തീരുമാനിച്ചത്. ഇതിനായി ഹൈക്കോടതിയിൽ നിന്നും വീണ്ടും അനുമതി തേടും. ശബരിമല സന്നിധാനത്തെ ദ്വാരപാലക പാളിയിൽ 394.6 ഗ്രാം സ്വർണവും കട്ടിലപ്പാളികളിൽ 409 ഗ്രാം സ്വർണവും പൂശിയെന്നാണ് പോറ്റിയുടെ മൊഴി. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. ഇറാനും അമേരിക്കയും തങ്ങളുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്.
US യുദ്ധക്കപ്പൽ ഇസ്രായേൽ തീരത്ത് എത്തി. അമേരിക്കൻ നാവികസേനയുടെ മിസൈൽ ഡിസ്ട്രോയർ ആണ് ഇസ്രായേൽ തീരത്ത് നങ്കൂരമിട്ടത്. പശ്ചിമേഷ്യ ലക്ഷ്യമാക്കിക്കൊണ്ട് US-ന്റെ വിമാനവാഹിനി കപ്പലടങ്ങുന്ന വമ്പൻ സൈനിക വ്യൂഹം നീങ്ങുന്നതിന് പിന്നാലെയാണ് പുതിയ നീക്കം. ക്രൂസ് മിസൈലുകൾ വഹിക്കുന്ന യുദ്ധക്കപ്പലിന് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുമുണ്ട്. ഇറാന്റെ ആണവ നിലയങ്ങളിൽ കമാൻഡോ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള സൈനിക നീക്കങ്ങൾ അമേരിക്ക നടത്തിയേക്കും. എന്നാൽ US ആക്രമണമുണ്ടായാൽ പ്രതിരോധിക്കാനായി 1000 പുതിയ സ്ട്രാറ്റജിക് ഡ്രോണുകൾ ഉൾപ്പെടുത്തിയതായി ഇറാനും വ്യക്തമാക്കി. കുവൈറ്റിൽ കസ്റ്റംസ് അധികൃതരുടെ പേരിൽ ലഭിക്കുന്ന വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കസ്റ്റംസ് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. മതിയായ രേഖകൾ ഇല്ലാത്തതിനാൽ നിങ്ങളുടെ കയറ്റുമതി ഇറക്കുമതി പാക്കുകൾ കസ്റ്റംസ് തടഞ്ഞു വയ്ക്കുന്നുവെന്നും ഇവ കണ്ടുകെട്ടുന്നത് ഒഴിവാക്കാൻ ദയവായി ഈ ലിങ്ക് ഉടൻ ആക്സസ് ചെയ്യുക എന്ന സന്ദേശമാണ് പലർക്കും ലഭിക്കുന്നത്. ഇത്തരത്തിൽ സംശയാസ്പദമായി ലഭിക്കുന്ന ഏതെങ്കിലും ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ വ്യക്തിഗത ബാങ്കിംഗ് വിവരങ്ങൾ നൽകുകയോ ചെയ്യരുതെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. അതേപോലെ കസ്റ്റംസ് അതോറിറ്റിയെ അനുകരിച്ച് നിർമ്മിച്ച വ്യാജ ഇമെയിലുകൾ, വെബ്സൈറ്റുകൾ എന്നിവയുമായി ഇടപാടുകൾ നടത്തരുത് എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സഹൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് എന്നിവയിലൂടെ മാത്രമാണ് ഇടപാടുകൾ പൂർത്തിയാക്കേണ്ടതെന്നും അതിനുള്ള ഔദ്യോഗികമായ 2 മാർഗങ്ങൾ എന്നും അധികൃതർ അറിയിച്ചു. സൗദിയിലുള്ള പ്രവാസികളുടെ കുടുംബാംഗങ്ങളുടെ വിസിറ്റിംഗ് വിസകൾ താമസരേഖയായ ഇക്കാമയിലേക്ക് മാറ്റുന്നതിന് അനുമതിയായി. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ജവാസാത്ത് ഡയറക്ടറേറ്റിന് കീഴിലുള്ള മുഗിംഗ് പ്ലാറ്റ്ഫോമിൽ ആരംഭിച്ചു. വിസിറ്റ് വിസയിൽ എത്തിയ കുടുംബാംഗങ്ങളെ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ച് ഇക്കാമയിലേക്ക് മാറ്റാൻ ഈ സേവനം വഴി സാധിക്കും. കമ്പനികൾക്കോ സ്പോൺസർമാർക്കോ തങ്ങളുടെ ജീവനക്കാരുടെ കുടുംബാംഗങ്ങളുടെ വിസ മാറ്റാനുള്ള അപേക്ഷകൾ ഇനി മുഗിംഗ് വഴി നേരിട്ട് സമർപ്പിക്കാം. ഇന്ത്യയുടെ 77ാം റിപ്പബ്ലിക് ദിനാഘോഷം സൗദിയിലെ ബുറൈദയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ വർണ്ണാഭമായി ആഘോഷിച്ചു. ബുറൈദ ഇന്ത്യൻ സ്കൂളിൽ നടന്ന ചടങ്ങിൽ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷം ആരംഭിച്ചത്. സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഹരി രാമചന്ദ്രൻ പതാക ഉയർത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ലോറൻസ് വർഗീസ് രാഷ്ട്രപതിയുടെ റിപ്പബ്ലിക് സന്ദേശം വായിച്ചു. SMC മെമ്പർ സുബൈർ കളത്തിൽ, നിഷ ബിജു, ജാവേദ് ഹസൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കുട്ടികളുടെ ദേശഭക്തി ഗാനങ്ങൾ അടക്കം വിവിധ കലാപരിപാടികളും ചടങ്ങിൽ അരങ്ങേറി. 7 സംസ്ഥാനങ്ങളിലെ സാംസ്കാരിക പൈതൃകങ്ങൾ വഹിച്ചുള്ള പ്ലോട്ടുകൾ ശ്രദ്ധേയമായി. കേരളം 1-ാം സ്ഥാനം കരസ്ഥമാക്കി. ഉത്തർപ്രദേശ് 2-ഉം തമിഴ്നാട് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. രക്ഷിതാക്കളടക്കം വൻ ഇന്ത്യൻ പ്രവാസി സമൂഹം പരിപാടിയിൽ പങ്കെടുത്തു. സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ രാജ്കുമാരൻ, US സ്റ്റേറ്റ് സെക്രട്ടറിയും ആക്ടിംഗ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായ മാർക്കോ റൂബിയോ, US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്, മിഡിൽ ഈസ്റ്റിലേക്കുള്ള US പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരുമായി ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാനമായ ബന്ധങ്ങൾ, സൗദി അമേരിക്കൻ പങ്കാളിത്തം, ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും വികസിപ്പിക്കാനുമുള്ള വഴികൾ, മേഖലയിലും ലോകത്തും സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ എന്നിവ കൂടിക്കാഴ്ചയ്ക്കിടെ വിശകലനം ചെയ്തു. അമേരിക്കയിലെ സൗദി അംബാസിഡർ റിമ ബിന്ത് ബന്ദർ രാജകുമാരിയടക്കം നിരവധി പ്രമുഖർ ചർച്ചയിൽ പങ്കെടുത്തു. വൈറ്റ് ഹൗസിൽ വെച്ചായിരുന്നു ചർച്ച നടന്നത്. കുവൈറ്റിൽ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റം ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി സർക്കാർ ജീവനക്കാരുടെ പ്രവർത്തന മികവ് വിലയിരുത്തുന്ന പുതിയ സംവിധാനത്തിന് സിവിൽ സർവീസ് കൗൺസിൽ അംഗീകാരം നൽകിയതായി ക്യാബിനറ്റ് കാര്യ മന്ത്രി ഷെറീദ അൽ മൗഷർജി അറിയിച്ചു. സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പ്രവർത്തന മികവും തൊഴിൽ സംസ്കാരവും ശക്തിപ്പെടുത്തുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ സംവിധാനം. ഇതിനു പുറമെ ജീവനക്കാർക്കിടയിൽ തുല്യ അവകാശവും നീതിയും സുതാര്യതയും ഉറപ്പാക്കുവാൻ ഇതുവഴി കഴിയുമെന്നും അദ്ദേഹം അറിയിച്ചു. പുതിയ മൂല്യനിർണ്ണയ സംവിധാന പ്രകാരം ജോലിക്ക് ഹാജരാകുന്നതും ജോലി സമയം പൂർത്തിയാക്കി ഓഫീസിൽ നിന്നും തിരിച്ചു പോകുന്നതും അടിസ്ഥാനമാക്കിയായിരിക്കും 30% മാർക്ക് സ്വയമേവ കണക്കാക്കപ്പെടുക. അവശേഷിക്കുന്ന 70% മാർക്ക് ജീവനക്കാരുടെ ജോലിയും ജോലിയിലെ മികവും അടിസ്ഥാനമാക്കി നിർണ്ണയിക്കപ്പെടും. 20% മാർക്ക് ജോലിസ്ഥലത്തെ പെരുമാറ്റം വിലയിരുത്തിയായിരിക്കും തീരുമാനിക്കുക. മുഖവും കൈപ്പത്തിയും തിരിച്ചറിഞ്ഞ് പണമിടപാടുകൾ പൂർത്തിയാക്കാനുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ അവതരിപ്പിച്ച് UAE. സമ്പൂർണ്ണ ഡിജിറ്റൽ ഇക്കോണമി എന്ന UAEയുടെ ലക്ഷ്യത്തിന്റെ ഭാഗമായാണ് UAE സെൻട്രൽ ബാങ്ക് ആധുനിക ബയോമെട്രിക് സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചത്. 2026 അവസാനത്തോടെ എല്ലാ ഇടപാടുകളും പേപ്പർ രഹിതമാക്കാനും 90% പേയ്മെന്റുകളും ക്യാഷ്ലെസ് ആക്കാനുമാണ് ദുബായ് പദ്ധതിയിടുന്നത്.
ഫിൻടെക് കമ്പനിയായ നെറ്റ്വർക്കുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിൽ നടന്ന ചടങ്ങിലാണ് മുഖം, കൈപ്പത്തി എന്നിവ തിരിച്ചറിഞ്ഞ് പണമിടപാടുകൾ നടത്തുന്ന രീതി അവതരിപ്പിച്ചത്. UAE സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിക് പോർച്ചുഗലിന്റെ പരമോന്നത പുരസ്കാരമായ ഓർഡർ ഓഫ് കമോയസ് സമ്മാനിച്ചു. ഷാർജ ഭരണാധികാരിയുടെ പോർച്ചുഗീസ് സന്ദർശനത്തിനിടെ ലിസ്ബൺ പ്രസിഡൻഷ്യൽ പാലസിൽ നടന്ന ചടങ്ങിൽ പോർച്ചുഗീസ് പ്രസിഡന്റ് മാർസെലോ റെബോലോ ഡിസൂസയാണ് പുരസ്കാരം സമ്മാനിച്ചത്. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ അറബ് ഭരണാധികാരിയാണ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി. പോർച്ചുഗലും UAEയുമായുള്ള സാംസ്കാരിക ബന്ധത്തിനുള്ള അംഗീകാരമെന്ന നിലയിലാണ് ഈ ബഹുമതി വിലയിരുത്തപ്പെടുന്നത്. താൻ എവിടെയും പോകുന്നില്ല എന്നും തനിക്ക് രാഷ്ട്രീയം പറയാനല്ല, മറിച്ച് രാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കാനാണ് ആഗ്രഹമെന്ന് ശശി തരൂർ. പാർട്ടി വിടുമെന്ന് മാധ്യമങ്ങളല്ലേ പറയുന്നതെന്നും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നും തരൂർ പറഞ്ഞു. പാർട്ടിക്ക് നിലപാടുള്ള വിഷയത്തിൽ താൻ വേറെ അഭിപ്രായം പറയാറില്ല എന്നും തൻ്റെ നിലപാട് പ്രോ BJP അല്ലെന്നും തരൂർ കൂട്ടിച്ചേർത്തു. തരൂർ നേരത്തെ തന്നെ സജീവമാണെന്നും ഈ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന്റെ മുഖം ഉണ്ടാകുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തങ്ങളുടെ അഭിമാനമാണ് ശശി തരൂർ എന്നും 100 സീറ്റുകളിൽ അധികം നേടാനുള്ള പോരാട്ടത്തിന്റെ മുഖമായിരിക്കും തരൂരെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തൃശൂർ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലാണ് സംഘർഷമുണ്ടായത്. സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ OJ ജനീഷിനെ അടക്കം പോലീസ് അറസ്റ്റ് ചെയ്തു. 50ഓളം പ്രവർത്തകരാണ് പ്രതിഷേധത്തിലുണ്ടായിരുന്നത്. സ്റ്റേഷനിൽ പോലീസും ജനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘവും തമ്മിൽ ഉന്തും വാക്കേറ്റവും ഉണ്ടായി. മാർച്ചിനിടെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമമുണ്ടായതോടെയാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഇതോടെ സംഘർഷം കനക്കുകയും പോലീസ് പലതവണ ജലപീരങ്കി അടക്കം ഉപയോഗിക്കുകയും ചെയ്തു. പിന്നാലെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. പോലീസ് സ്റ്റേഷന് മുന്നിലും പ്രവർത്തകർ പ്രതിഷേധിച്ചു. കളക്ടറേറ്റിനു സമീപത്തെ മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സിലേക്ക് പ്രവർത്തകർ കരിയോയിലെറിഞ്ഞു. സംഭവത്തിൽ പോലീസിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. പോലീസ് മാർച്ച് അടിച്ചമർത്തുകയാണെന്നും പ്ലാൻ ചെയ്ത് പ്രവർത്തകരെ മർദ്ദിക്കുകയാണെന്നും നേതാക്കൾ ആരോപിച്ചു. പിണറായി വിജയന്റെയും നയം ഈ സമരത്തെ അടിച്ചമർത്താമെന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് പിണറായി വിജയൻ ജയിക്കില്ല. അമ്പലക്കൊള്ള നടത്തിയ ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതും അതിന്റെ എല്ലാ കണ്ണുകളെയും കണ്ടെത്തി അറസ്റ്റ് ചെയ്യേണ്ടതുമാണ്. വെറുതെ അങ്ങനെ അടിച്ചമർത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും സമ്മതിക്കില്ല. ശക്തമായി മുന്നോട്ട് പോകും. ഇതൊക്കെ തെരഞ്ഞെടുപ്പാവുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒക്കെ സമരം ഉണ്ടാവും. ഇതൊക്കെ എല്ലാ ഭരണകക്ഷിയൊക്കെ ഇത് ഭംഗിയായിട്ട് ഡീൽ ചെയ്യേണ്ടതാണ്. ഇതൊന്നും ഇങ്ങനെ അടിച്ചമർത്താൻ നോക്കിയാൽ ഒരു നിലയ്ക്കും ഇത് സമ്മതിക്കില്ല. ശക്തമായ സമരങ്ങളായിട്ട് തന്നെ മുന്നോട്ട്. പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ. സ്വർണ്ണവില കുറഞ്ഞു. 1 ഗ്രാമിന് 655 രൂപ കുറഞ്ഞ് 15,640 രൂപയായി. 1 പവന് 5,240 രൂപ കുറഞ്ഞ് 1,25,120 രൂപയാണ് ഇന്നത്തെ വില. രാജ്യാന്തര വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വിലയിൽ 5.7% ഇടിവ് നേരിട്ടു. ഇതോടെ ട്രോയ് ഔൺസിന് $5,400 നിലവാരത്തിലെത്തുകയും ചെയ്തു. ആഗോളതലത്തിൽ അനിശ്ചിതത്വം തുടരുന്നതിനാൽ വരും ദിവസങ്ങളിലും വിപണിയിൽ കനത്ത ചാഞ്ചാട്ടം പ്രകടമായേക്കാം. ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് നടക്കുന്ന മഹാമാഘ മഹോത്സവത്തിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം ഭാരതത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തുന്ന സന്യാസി സമൂഹമാണ്. തവനൂരിലും തിരുനാവായിലുമായി നടക്കുന്ന മഹാമാഘ മഹോത്സവ വേദി ഇന്ന് കേരളത്തിലെ 4 ശങ്കരമഠങ്ങളിലെ സന്യാസിമാർ ഒരുമിക്കുന്ന അപൂർവ ആത്മീയ സംഗമത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. ഭാരതത്തിലെ വിവിധ സന്യാസി സമ്പ്രദായങ്ങളുടെ സമന്വയവേദിയാണ് മഹാമാഘ മഹോത്സവം. വാരണാസിയിൽ നിന്നുള്ള അഘോരികൾ തുടങ്ങി വിവിധ സന്യാസി സമൂഹം ഉത്സവത്തിനായി ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് എത്തുന്നു. കേരളത്തിലെ 4 ശങ്കരമഠങ്ങളിലെ സന്യാസിമാർ ഇന്ന് തവനൂരിലെയും തിരുനാവായിലെയും യജ്ഞവേദികളിലെത്തി. തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ, വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ഭൂതികൾ, ഇടനീർ സ്വാമിയാർ മഠം
മൂപ്പിൽ സ്വാമിയാർ സച്ചിദാനന്ദ ഭാരതി, നടുവിൽ സ്വാമിയാർ മഠം മൂപ്പിൽ സ്വാമിയാർ അച്യുത ഭാരതികൾ, തൃക്കൈക്കാട്ടുമഠം സ്വാമിയാർ മഠം മൂപ്പിൽ സ്വാമിയാർ നാരായണ ബ്രഹ്മാനന്ദ തീർത്ഥ, നടുവിൽ മഠം ഇളമുറ സ്വാമിയാർ പാർത്ഥസാരഥി ഭാരതി എന്നിവരാണ് മഹാമാഘവേദിയിൽ എത്തിയത്. തവനൂരിലെത്തിയ സ്വാമിമാരെ മാതാ അമൃതാനന്ദമയി മഠം, താനൂർ മഠാധിപതി സ്വാമിനി അതുല്യാമൃതപ്രാണ, സഭാപതി സംവിധാനന്ദഗിരി തുടങ്ങിയവർ സ്വീകരിച്ചു. ആധ്യാത്മിക ഉണർവാണ് നിളാതീരത്ത് സംഭവിക്കുന്നതെന്നും സനാതനധർമ്മത്തെ സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അനുഗ്രഹ പ്രഭാഷണം നടത്തിയ സ്വാമിമാർ പറഞ്ഞു. അതിൻ്റെ തത്വങ്ങളെ മനസ്സിലാക്കി ഇവിടെ നിന്ന് അതിൻ്റെ പുണ്യത്തെ നേടി നമുക്ക് തിരിച്ചു പോവുക. എന്താ പുണ്യം എന്ന് വെച്ചാൽ നമ്മളെ ജന്മജന്മാന്തരങ്ങളായിട്ട് ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പല യഥാർത്ഥമൊന്നും അറിയാതെ. അതൊക്കെ സ്നാനത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും അല്ലെങ്കിൽ ജന്മങ്ങളിൽ നിന്നും ഉണ്ടായ ആ പാപത്തെ കഴുകിക്കളയും. ആത്മാവിന് ശാന്തിയും സമാധാനവും ഉണ്ടാവും. എല്ലാവർക്കും മംഗളം വരട്ടെ, ആർക്കൊരു ദുഃഖം കൂടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനാണ് ഞങ്ങളുടെ ഗുരു പരമ്പരയുടെ ഉപദേശം. അത് ചെയ്തുകൊണ്ടിരിക്കണം. പുണ്യനദി ലോകത്തെ അനുഗ്രഹിക്കാനാണ്, ശുദ്ധീകരിച്ചുകൊണ്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പുണ്യനദിയുടെ തീരത്ത് ഏറ്റവും വലിയ നദി ഭാരതപ്പുഴ മുളാനദിയുടെ തീരത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞ വലിയ ഭാഗ്യം. പണ്ടൊക്കെ ആൾക്കാർ ധാരാളമായിട്ട് വന്ന് സ്നാനം ചെയ്യുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. കാലക്രമത്തിൽ അതൊക്കെ കുറഞ്ഞു. തിരുനാവായിലെ യജ്ഞവേദിയിലെത്തിയ സ്വാമിമാർക്കും വൻ സ്വീകരണമാണ് ലഭിച്ചത്. മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതിയുടെ നേതൃത്വത്തിൽ സ്വാമിമാരെ സ്വീകരിച്ചു. അമൃത ന്യൂസ്, മലപ്പുറം. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന 5ാം T20 മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യൻ ടീം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനം നടത്തി. വടക്കേ നടവഴിയാണ് താരങ്ങൾ എത്തിയത്. സൂര്യകുമാർ യാദവ്, അക്സർ പട്ടേൽ, റിങ്കു സിംഗ്, വരുൺ ചക്രവർത്തി, അഭിഷേക് ശർമ്മ തുടങ്ങിയ താരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്ത്യ-ന്യൂസിലാൻഡ് T20 പരമ്പരയിലെ 5ാം മത്സരം നാളെ വൈകിട്ട് 7 മണിക്കാണ്. സഞ്ജു സാംസന്റെ സാന്നിധ്യം ആരാധകർക്ക് ആവേശം പകരുന്നുണ്ട്. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.